യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 11-ാമത്തെ ആഴ്ച, ചൊവ്വാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കെല്ലാവർക്കും പ്രയാസം നിറഞ്ഞൊരു സുവിശേഷ ഭാഗമാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന്? കാരണം ശത്രുക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന വലിയൊരു പ്രതിഫലത്തെക്കുറിച്ചും കൂടെ ആണ് ഇവിടെ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു വയ്ക്കാം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും എന്നുകൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ഒരു വചനഭാഗം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പരസ്പരം പറയും, ഇത് എങ്ങനെ സാധിക്കുമെന്ന്. അച്ഛനെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും അച്ഛൻ ഇതുപോലെ ദേഷ്യപ്പെടുകയില്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ ക്രിസ്തു നമുക്ക് പഠിപ്പിക്കുന്ന ആ ഒരു പാഠമാണ്, ഏറ്റവും വലിയൊരു പാഠമാണ്. കർത്താവ് നമ്മളോട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് നോക്കുക. ഞാൻ ഈ ഭൂമിയിൽ എല്ലായിടത്തും മഴ പെയ്യ്ക്കുന്നുണ്ട്, വെളിച്ചം നൽകുന്നുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഞാൻ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള എല്ലാ ആളുകളെയും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കുറേയധികം ആളുകൾ എന്നെ ദ്വേഷിക്കുന്നുണ്ട്, എന്നെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്, എന്നെ വിശ്വസിക്കാത്ത ആളുകൾ പോലും അവിടെയുണ്ട്. എന്നിട്ട് പോലും ഞാൻ എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് ഈ പ്രകാശം നൽകുന്നതും മഴ നൽകുന്നതും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതും. ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു വയ്ക്കാം. അതുതന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രതിഫലവും ഉണ്ടാകുന്നില്ല. മറിച്ച് നിങ്ങളെ വെറുക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളെ നിങ്ങൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹം വളരെ അധികം ഉണ്ടാകുമെന്നാണ് കർത്താവ് പറയുന്നത്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നു, 3-ാം അധ്യായം 9-ാമത്തെ വാക്യങ്ങൾ, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ എന്നാണ്. ഇതും നമ്മളോട് പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുവാനായിട്ട്, അനുഗ്രഹം നൽകുവാനായിട്ട് ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വയ്ക്കുന്ന ഓരോ ചുവടും കർത്താവിൻ്റേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവിൻ്റെ അനുഗ്രഹത്താലാണ് ഇവ ലഭിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും അതേ അനുഗ്രഹം, കർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിയ അതേ അനുഗ്രഹം മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് ഞാനും ബാധ്യസ്ഥനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിക്കും, ഞാൻ എൻ്റെ ശത്രുവിനെ സ്നേഹിക്കുമ്പോഴും ഞാൻ എൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് എന്നെ കാണുകയാണ്. എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുമുണ്ട്. ആയതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്ന ഈ ഏറ്റവും വലിയൊരു പാഠം, ശത്രുവിനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇത് പ്രയാസം നിറഞ്ഞത് തന്നെയാണ്. എങ്കിലും ആ പ്രയാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും ആ ദൈവം നൽകിയ ആ വാക്കുകളിലൂടെ ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാം, ശത്രുവിനെ സ്നേഹിക്കാം, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.